ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ കോഴിക്കട്ടയായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിലേക്ക് ഞാൻ പൊടി എടുക്കുന്നത് 600 ഗ്രാം പൊടിയാണ്. ആ 600 ഗ്രാം പൊടിയിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം, 250 ml ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം വെക്കുക. നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നാൽ നമ്മൾ ഈ പൊടി ഉണ്ടല്ലോ 600 ഗ്രാം പൊടി അത് അതിലേക്ക് ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് വാട്ടണം ഇട്ടാൽ ഇതൊരു വാട്ടലിലാണ് ഇതിൽ ആകുള്ളത്. നന്നായിട്ട് പൊടിയെല്ലാം നനഞ്ഞ് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ചൂടാറിയ ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ശർക്കര ഒരുക്കിയെടുക്കണം. അതിന് നമുക്ക് ഒരു ഗ്ലാസ് ശർക്കര, ഒരു 250 ml ഗ്ലാസ്, ഒരു ഗ്ലാസ് ശർക്കര ഫുള്ളില്ല, പകുതിയുള്ള മധുരം കുറവാക്കിയതുകൊണ്ടാണ്. നിങ്ങൾക്ക് മധുരം അത്ര എടുക്കട്ട. അതിനുശേഷം നന്നായിട്ട് ശർക്കര പൊടിയാണ്, നന്നായിട്ട് അതിൽ കച്ചറൊന്നുമില്ല, നല്ല ഫ്രഷ് പൊടിയാണ്. അതിനുശേഷം നമുക്ക് ഒരു തേങ്ങ ഫുള്ള് ചിരണ്ടി അതിൽ ഇട്ട് കൊടുക്കുക. അതിൽ നന്നായിട്ട് തേങ്ങ അതിലിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണുകളോ നമ്മളെ ഏലക്കപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക, ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, ചുക്കുപൊടി ഇട്ട് കൊടുക്കുക. അതൊക്കെ നല്ല ടേസ്റ്റാണ്. അത് ഇട്ടിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. അതിനുശേഷം നെയ്യിൽ ഇത്തിരി അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുക. എന്നിട്ട് അത് ഈ തേങ്ങയിൽ കൊട്ടി കൊടുക്കുക. നല്ല രസമാണ് ഇതിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ. അതിനുശേഷം മാവ് കഴിച്ചിട്ട് മാവ് റോളാക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നിറച്ചെടുക്കുക. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വയസ്സായ ആൾക്കാർക്കൊക്കെ തിന്നാൻ അടിപൊളി ടേസ്റ്റാണ്. നല്ല ഒരു സുലൈമാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടാനുസരണം തിന്നാം നമുക്ക്. നല്ല മധുരമാണ്, പാകത്തിന് നല്ല ആവിയിൽ വേവുന്ന സാധനമല്ലേ, വയറ് നിറയുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. പിന്നെ അടിപൊളി സ്നാക്കാണ്. വൈകുന്നേരത്തൊക്കെ വാഴൻ്റെ ഇലയിലൊക്കെ വെച്ച് വാട്ടിയെടുത്താൽ നമുക്ക് 4 മണിക്കൊരു ചായയും ഇതിലൊരു കടിയുമായി. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി. ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്സ്, ഫേസ്ബുക്ക് ഫോളോ